സർവശക്തനായ ദൈവം നിങ്ങൾക്ക് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റൈറ്റ് നോളജ് തന്ന് ഗ്രേറ്റ് ഫെയ്ത്തിൽ കൂടി ഗ്രേറ്റ് ബ്രേക്ക് ത്രൂസ് നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹിക്കുമോ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാകാറുണ്ട്. ദൈവം നന്മകൾ ചെയ്യുമോ എന്നല്ല, ദൈവം എന്തുകൊണ്ട് നന്മകൾ അല്ലെങ്കിൽ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കില്ല എന്ന് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അബ്രഹാമിന് ദൈവം ഒരുപാട് വണ്ടർഫുൾ ആയിട്ടുള്ള വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒരുപാട് അധ്യായങ്ങളായിട്ട് ഉൽപ്പത്തി 12, 13, 16, 17 ഇങ്ങനെയുള്ള അധ്യായങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ വളരെ മേന്മയേറിയ അനുഗ്രഹങ്ങൾ ദൈവം അബ്രഹാമിനും അബ്രഹാമിൻ്റെ സ്വന്തം മക്കൾക്ക് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്, ഈ ഉടമ്പടി, ഈ ഒരു വാഗ്ദാനം നിന്റെ തലമുറയോളം നിലനിൽക്കുന്നതാണെന്ന് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിന് മാത്രമുള്ളതല്ല ഈ അനുഗ്രഹങ്ങൾ, അവൻ്റെ തലമുറയായിട്ട് വരുന്ന നമ്മൾ ഓരോരുത്തർക്കും ഈ അനുഗ്രഹങ്ങൾ ആപ്ലിക്കബിൾ ആണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അബ്രഹാമിന് ശേഷം 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ കടന്ന് ഒരുപാട് അടിമപ്പണി ചെയ്തതും അവർ കഷ്ടപ്പെട്ട് അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാമിനോടുള്ള ഉടമ്പടി ദൈവം ഓർത്തു. ഹി റിമെമ്പേർഡ് ഹിസ് കവീനന്റ് വിത്ത് ഏബ്രഹാം. വലിയ വിടുതലാണ് ദൈവം അവർക്ക് കൊടുത്തത്. അബ്രഹാമിന് കൊടുത്ത ആ ഒരു വാഗ്ദാന പ്രകാരം മാത്രമാണ് ദൈവം അത് ചെയ്തത്. അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാർ മാത്രമല്ല, DNA പ്രകാരം അല്ലെങ്കിൽ ജെനറ്റിക്സ് പ്രകാരമുള്ള ആ ഒരു പാരമ്പര്യമല്ല അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഗലാത്യർ 2:29 വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ മിശിഹായ്ക്കുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാവുന്നു. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ് യു ആർ ദ സീഡ് ഓഫ് ഏബ്രഹാം ആൻഡ് ദിസ് കവീനന്റ് സ്റ്റാൻഡ് forever with you and God. Galatians 2:29. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികളും ഈ ഉടമ്പടി പ്രകാരം അവകാശികളുമാണ്. അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി എന്ന് പറയുന്നത് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് മാത്രമല്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ എണ്ണീച്ച് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക, നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും കാലാകാലങ്ങളോളം തരുമെന്നാണ് പറയുന്നത്. നോട്ട് ഓൺലി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് മൈ ഡിയർ ഫെലോ ക്രിസ്ത്യൻസ്, മൈ ഡിയർ ഫെലോ ക്രൈസ്റ്റ് ബെയറേഴ്സ്, ക്രിസ്തുവിനെ വഹിക്കുന്നവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വളരെ വലിയ നന്മകൾ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. ദറ്റ് ഇസ് ദ വിൽ ഓഫ് ഗോഡ്. പലരുടെയും ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകാത്തത് പല തെറ്റായ വിചാരങ്ങളിലും അവരുടെ മനസ്സ് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്? ദൈവം സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് മാത്രം നൽകാനാണോ നിങ്ങളെ നടത്തുന്നത്? ഒരിക്കലുമില്ല. സങ്കീർത്തനം 35:27 എഴുതിയിട്ടുണ്ട്, തൻ്റെ ദാസരുടെ അഭിവൃദ്ധിയിൽ ആഹ്ലാദിക്കുന്നവനാണ് ദൈവം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിവൃദ്ധിയിൽ, നിങ്ങളായിരിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു കടന്ന് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണമെന്നും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും സർവശക്തനായ ദൈവം അതിയായിട്ട് ആഗ്രഹിക്കുന്നു. ഈ യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക. കഷ്ടത്തിൽ നിന്നൊക്കെ പുറത്തു കിടക്കുന്നത് ഒരുപാട് വിശ്വാസമൊക്കെ വന്നിട്ടാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഒന്നും നടക്കത്തില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ ഭവിക്കും. ഒന്നും നടക്കത്തില്ല, പക്ഷേ യേശു എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുമോ എന്നുള്ള ഒരു ചെറിയ പ്രത്യാശ, ഒരു ചെറിയ റേ ഓഫ് ഹോപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റൈറ്റ് നോളജ് തന്ന് ഗ്രേറ്റ് ഫെയ്ത്തിൽ കൂടി ഗ്രേറ്റ് ബ്രേക്ക് ത്രൂസ് നിങ്ങൾക്ക് നൽകട്ടെ. fall in love with this word of God and fall in love with Jesus.